ഈ കണ്ട പഴംപൊരിക്ക് കുഴച്ചോണ്ടിരിക്കുക. എന്തൊക്കെ ഇട്ടാമ്മ അമ്മ ഇതില്? കുറെ മൈദപ്പൊടി, കുറച്ച് റവ, കുറച്ച് അരിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ ഇച്ചിരി പഞ്ചസാര, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കളിക്കും. എങ്ങനെ കുഴക്കണം? അവിടെ ഗുഡ് ഗേൾ. ഈ മഞ്ഞപ്പൊടി ഇട്ട് എന്തിനാണമ്മ? മഞ്ഞക്കളർ. പഴംപൊരി ഉണ്ടാക്കണം എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ മൈദ മാത്രമല്ല, ഒരു 1.5 സ്പൂൺ റവയും 1.5 സ്പൂൺ അരിപ്പൊടി ഇടും. നല്ല മൊരിഞ്ഞ് കിട്ടാനാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് മൊരിഞ്ഞ് കിട്ടിയതായിട്ട് തോന്നിയേക്കണേ കേട്ടോ. വേറെ എന്തെങ്കിലും ചേർത്തിട്ട് മൊരിഞ്ഞ് കിട്ടുമെങ്കിൽ അത് പറയണേ. ഞാൻ അങ്ങനെ ചേർക്കുമ്പോൾ ഒരുപാട് മറ്റേ രതീഷേ എന്ന് പറഞ്ഞ് തളർന്ന് കിടക്കത്തില്ല. സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്. മുമ്പൊക്കെ നല്ല വെളിച്ചെണ്ണയിലായിരുന്നു. ഇങ്ങനെ നല്ല മൊരിഞ്ഞ് വന്നുണ്ട്. ഈ പഴംപൊരി തന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ കോൺഫ്ലെക്സ് ഒക്കെ ചിലപ്പോൾ പൊടിച്ച് ചേർക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് തേങ്ങാപ്പീരിടും, അല്ലെങ്കിൽ ഓട്സ് ഇടും. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് മിക്സ് ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്താലും നല്ലതാണ്. നല്ല കരിമുരുന്നിരിക്കും. ഈ മൈദയുടെ ഒരു ഗുണദോഷങ്ങളങ്ങ് മാറുമല്ലോ എന്ന് എഴുതി അങ്ങനെയും ചെയ്യാറുണ്ട്. ഇതേ കണ്ട നല്ല കറുമുറു. എന്നാൽ ഭയങ്കര കട്ടിപ്പൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കണവരല്ല. നല്ല ക്രിസ്പി ആയിരിക്കും. മാത്രം എണ്ണയൊന്നും പിടിക്കത്തില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു കോഫി ഉണ്ടാക്കി. ആ കോഫിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബൂസ്റ്റ് ഉണ്ടല്ലോ, ബൂസ്റ്റ് കുറച്ചുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഏത് കോഫി പൗഡർ എടുത്തത് അതും ചെറുതായിട്ട് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കോഫിയുമായിരിക്കും, നല്ല പഴംപൊരിയുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൊരു കുട്ടി വിശേഷം.